بسم الله الرحمن الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله، والصلاة والسلام على سيدنا محمد رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد. الصلاة والسلام عليك يا سيدي يا رسول الله، الصلاة والسلام عليك يا سيدي يا حبيب الله. سبحان الذي أطلع في شهر ربيع الأول قمر نبي الهدى وأوجد نوره قبل خلق العالم وسماه محمدا، وأخرجه في آخر الزمان كما قدر وأبدى، وألبسه خلعة الجمال التي لم يلبسها أحدا. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരാൾക്കും കൊടുക്കാത്തങ്കത്തെ സൗന്ദര്യ എല്ലാ വിഷയത്തിലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്ത ഈ കിടാവിടെ എല്ലാവരും സ്തുതിക്കപ്പെടണോ എന്ന നിലക്ക് അബ്ദുൽ മുത്തലിബ് മുഹമ്മദ് എന്ന പേര് വെച്ചിരാണ്ട് തൻ്റെ കുടുംബത്തേക്ക് ചെന്നിട്ടെങ്കിൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പണ്ടേ ആ 100 പഠിച്ചിട്ട് അതിക്ക് മുഹമ്മദ് എന്ന് പേര് വെച്ച. എന്നിട്ട് ഫൗലിദ ബിവജിഹിൻ അഖ്ജല ഖമറൻ വഫർഖദ, ഫൗലിദ ബിവജിഹിൻ അതിമഹത്തായ അങ്കത്തെ പൂമുഖത്തോടു കൂടെ ജനിക്കപ്പെട്ടു ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. അഖ്ജല ഖമറൻ വഫർഖദ, കർത്തിരന്റെ ജാവുലു ഉദിക്കിരങ്കത്തെ മാദത്തെയും, വഫർഖദ ചൊമ്മ പ്രകാശമുള്ളങ്കത്തെ ഒരു നക്ഷത്ര ഇട്ടിക്കിട് ധ്രുവ നക്ഷത്ര അതിരയും, അല്ലെങ്കിൽ എല്ലാ നക്ഷത്രത്തെയും മുജുഗറാവും പോലെ നാണിക്കും പോലെ ആ പൂമുഖത്തെ ജനിക്കപ്പെട്ടത്. വജിഹിടെ ജനിക്കപ്പെട്ടത് എന്നർത്ഥ അത് മജാസ് മുർസല് എന്ന നിലക്കയറ്റിക്കറ് സാധാരണ മന്ത്യക്ക പഠിച്ചെങ്കത്തെ ആൽമാർഗ കൊന്തുണ്ടു. ജുസു ചെന്നിട്ട് കുല്ലുദ്ദേശിക്കൽ എന്ന നിലക്കും ഇവിടെ ആവാം. അല്ലെങ്കിൽ ആ വജിഹിടെ ആ ചന്ത കണ്ടിട്ട് ആകാശത്തിലുള്ളങ്കത്തെ ആ മാധവും അതേപോലെമേ ബാക്കിയുള്ളങ്കത്തെ നക്ഷത്രവും ലജ്ജിച്ചു പോയിത്ത് അത്രമാത്രം ചന്തയിറ്റിക്കിട് ആ പൂമുഖത്തില്. പ്രിയപത്നി ആയിഷ റളിയല്ലാഹു അൻഹ തുന്നിയോണ്ടിക്കുമ്പോത്തുകു അതൊരു ചൂട് ടൈമിലേറ്റിന്ത് അപ്പൈറ്റിക്കിട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഔത്തുകു ബണ്ടേ നെറ്റി തടാക ആയിഷ ബീബി നോക്കുടു ആ നെറ്റില് വേർത്തിട്ടുണ്ടു. അത് മാത്രല്ല ആ നെറ്റിലിങ്ങനെ ആ പ്രകാശത്തെ കിരണിങ്ങനെ അടിച്ച് വീസിയോണ്ടുണ്ടു. ഭയങ്കരമായ എനിക്കത്തെ ഒരു അത്ഭുതത്തോടു കൂടിയുള്ള എനിക്കത്തെ ഒരു പ്രകാശ അത്ഭുതത്തോടു കൂടി ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ തൻ്റെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹയുടെ കേക്കിട്, യാ ആയിഷ മാലക്കി, ഓ ആയിഷ എന്തൊരു സംഭവിച്ചിത്ത്? പ്രിയപത്നി ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലു, ഓ നബിയെ, തങ്ങളെ ആ ചന്ത കണ്ടിട്ട് നെറ്റിലുള്ള എനിക്കത്തെ അടിച്ചു വീസിര ചന്ത കണ്ടിട്ട് എന്നൊക്കെ മുണ്ടുണുകായണ്ടില്ല നബിയെ. അത്രമാത്രം ചന്തറ്റിക്കിട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ. അതല്ലേ ഒരുക്ക ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് ചൊല്ലു, യാ മുഹമ്മദ് ഇന്നല്ലാഹ യഖറു അലൈക സലാം വയഖൂലു ലക ഹബീബി ഇന്നി കസൗതു ഹുസ്ന വജ്ഹി യൂസുഫ് മിനൽ കുർസി വകസൗതു ഹുസ്ന വജ്ഹിക മിൻ നൂറി അർശി വമാ ഖലഖതു ഖൽഖൻ അഹ്സന മിൻക യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ മുഹമ്മദ്, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തങ്ങളെ മേൽ സലാം ചൊന്നിട്ടുണ്ടു. എന്നിട്ട് ചൊല്ലു, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമുകു നന്റെ കുർസിരെ ചന്ത കൊടുത്തണ്ട എങ്കിൽ വകസൗതു ഹുസ്ന വജ്ഹിക മിൻ നൂറി അർശി, ഹബീബായ മുത്തുനബി തങ്ങളെ ചന്ത അത് അല്ലാഹുടെ അർശിയുടെ നൂറിൽ നിന്നായിട്ട് കിറിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചൊല്ലു. എന്നിട്ട് ചൊല്ലു, മാ ഖലഖതു ഖൽഖൻ അഹ്സന മിൻക യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ നബി, തങ്ങളാണ്ടി ഒരു ചന്തത്തെ ഒരു പടപ്പടി അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടില്ല. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമുടെ സംഭവം എല്ലാവർക്കും ഗൊന്തിക്കു. അതായത് അണ്ടത്തെ പെണ്ണിങ്ങ യൂസുഫ് നബി തങ്ങളെ മുഖ കണ്ടിട്ട് അങ്ങനെ ബെർലി മുറിച്ചതേ അങ്ങ് കൊന്തില്ല. ഒരു സൈഡിൽ നൊമ്പലായിട്ടുണ്ടു. പക്ഷെ ഈ ചന്തത്തിക്ക് ബൂന്നു പോയത് കൊണ്ടിട്ടു അങ്ങ് ആ നൊമ്പലമേ മറന്നു പോയറ്. ആയിഷ ബീവി ചൊല്ലു, നബിയെ തങ്ങളെ മാത്തു ഈ ചന്തത്തെ മാത്തു അണ്ടത്തെ പെണ്ണിങ് അതായത് സുലൈഖ ബീവിയുടെ
ആ ചങ്ങായിമാർ മാത്രം കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൈ മാത്രമല്ല അങ്ങനെ ജീവമേ ഇക്കലന്ത് അത്രമാത്ര ചന്തയിട്ടിക്കിട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ. ആ ചന്തത്തോടു കൂടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നബി തങ്ങളിൽ ഗാംഭീര്യതയും അതായത് ജലാലിയത്തും ഒരു ഹിജാബും ഇട്ടുകൊടുത്തറ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമുടെ ചന്തത്ത് കണ്ടത്തെ പെണ്ണിങ്ങ പോന്നിട്ടായെങ്കിലും നബി തങ്ങളെ കാലഘട്ടത്തിൽ എന്തുകൊണ്ടു നബി തങ്ങളെ കണ്ടിട്ട് പോന്നിട്ടില്ലേ? കാരണം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ ചന്തത്തിലൂടെ ഒരു ജലാലിയത്ത്, ഒരു ഗാംഭീര്യത അല്ലാഹു തആല ഇട്ട് കൊടുത്ത ഒരു ഹിജാബ് അല്ലാഹു തആല ഇട്ട് കൊടുത്തറ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമുടെ ചന്ത അത് മാനുഷികമായ ചന്തണ്ടായെങ്കിലും അതുപോലത്തെ ചന്ത അല്ല ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത്. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഗാംഭീര്യത്തിലെത്തുമ്പോഴത്തേക്ക് 6 മുണ്ടിയുണ്ടില്ലಂತೆ എല്ലാ അബൂബക്കർ വ ഉമർ റളിയല്ലാഹു അൻഹും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും വിട്ടിട്ടു. ആ ടൈമിൽ ഉമർ റളിയല്ലാഹു അൻഹും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉണ്ട് എന്നൊരു ബാക്കി 6 മുട്ടപോയിട്ടില്ലಂತೆ. പക്ഷേ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ജാസ്തി ടൈമും പുഞ്ചിരിയോടുകൂടെ എന്ത് പൗലിദ ബിവജിഹിൻ അഹ്ജല ഖമറം വഫർഖദ. ധ്രുവനക്ഷത്ര അല്ലെങ്കിൽ എല്ലാ നക്ഷത്രത്തെയും മാദത്തെയും ലജ്ജിക്കപ്പെട്ടിരിക്കുന്ന രൂപത്തിൽ ആ പൂമുഖത്തെ ജനിക്കപ്പെട്ടത്. അല ഹുവല്ലദീ തവസ്സല ബിഹി ആദം അലൈഹിസ്സലാം. ഇനി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തവസ്സുലാക്കരങ്കത്തെ വിഷയാറ്റിക്കിർ തവസ്സുലും ഇസ്തിഗാസവും തീരാച്ചൊല്ലങ്കത്തെ ഒരു വിഭാഗം എന്നുണ്ടെങ്കിൽ ആ ആൽമാർക്ക് ഖുർആന്റെമാ അല്ലെങ്കിൽ ഹദീസിരമാ അല്ലെങ്കിൽ ഇമാമിങ്ങളെമാ തെളിവ് കൊടുത്തിട്ടായെങ്കിലും അങ്ക് അതെന്തും നാട്ടില്ല. കാരണം ഉറങ്ങങ്ങളെ നടിക്കരങ്ങളെ വിളിക്കണക്ക് സാധ്യമേ ഇല്ല. മൊത്തത്തിൽ ചൊല്ലണ്ടായെങ്കിൽ അങ്ക് ഭാഗ്യമില്ലാണ്ട് ചൊല്ല. അപ്പം അങ്ങനത്തെ ആൽമാരെ ചങ്ങായിപ്പാട അല്ലെങ്കിൽ ബന്ധമ ഞങ്ങൾക്ക് വേണ്ട. നാളെ ഖബറിലും മഹ്ശറിലും രക്ഷപ്പെടുത്തരങ്കത്തെ ഒരാളിന്നുണ്ടെങ്കിൽ അത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മാത്രമായിട്ടിക്കിട്. ആ നബി തങ്ങളെ മേലെ ഞങ്ങൾ എത്രയോട് അത്രമാത്രം സ്വലാത്ത് ചെന്നിട്ടു അവിടുത്തെ മേലെ മഹബ്ബത്ത് ഞങ്ങൾ ജാസ്തിയാക്ക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.